ഇത് നമുക്ക് വന്നിട്ടുള്ള ഒരു കൊറിയറാണ് കേട്ടോ, വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല അടാറൊരു ഐറ്റമാണ് കേട്ടോ. എന്താണെന്ന് കാണിച്ചു തരാം. ചിക്കനും ബീഫും ഫിഷും ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റോട് കൂടി തയ്യാറാക്കാൻ പറ്റുന്ന കറി മസാല പൗഡറുകളാണ് കേട്ടോ ഇതെല്ലാം. ഞാനെപ്പോഴും ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫീഡ്ബാക്ക് പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇതും. ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഇവരുടെ ചിക്കൻ പെപ്പർ റോസ്റ്റും ഞാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഗരം മസാല വരുന്നുണ്ട്, അത് നല്ല അടിപൊളി സ്മെല്ലോട് കൂടിയിട്ടുള്ള ഗരം മസാലയാണ്. അപ്പോൾ നമുക്ക് ബീഫ് കുക്ക് ചെയ്യാം. 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബീഫ് പെപ്പർ റോസ്റ്റ് ആണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിന് വേണ്ടുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഉപ്പ് വരെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. എക്സ്ട്രാ ഒന്നും തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. 1/2 കിലോ മുതൽ 3/4 കിലോ ബീഫിലേക്ക് കറക്റ്റാണ് ഇവരുടെ ഈ ഒരു അളവ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അസുഖമായിട്ട് ക്ഷീണമായിട്ടൊക്കെ കിടക്കുന്ന സമയത്ത്, അതുപോലെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ, നല്ല ജോലി തിരക്കുള്ള വീട്ടമ്മമാരാണെങ്കിലൊക്കെ ഇതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും എന്ന് എനിക്കിത് യൂസ് ചെയ്തപ്പോൾ തോന്നി കേട്ടോ. ബീഫ് കുഴച്ച് വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ഈ ബീഫിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ആയിട്ടോ. ശരിക്കും നമ്മൾ വീട്ടിൽ എല്ലാ ഐറ്റംസും ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഒരു മെനക്കെടും ഇല്ലാണ്ട് ജസ്റ്റ് ആ പാക്കറ്റിലെ പൊടി ഇട്ട് കൊടുത്തു, ബീഫും ചേർത്ത് വേവിച്ചപ്പോഴേക്കും നല്ല അടിപൊളി പെപ്പർ മസാല റെഡിയായി. ഇനി ഇതിനകത്തുള്ള ഫിഷ് മാംഗോ കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചട്ടിക്കകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്ത് 2 പാക്കറ്റാണ് വരുന്നത്. അതിൽ നമ്പർ അവരിട്ട് കൊടുത്തിട്ടുണ്ട് 1, 2 എന്ന്. അപ്പോൾ 1 എന്നെഴുതിയിട്ടുള്ള പാക്കറ്റിലത് ആദ്യം ഇട്ട് കൊടുത്തു. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് 2ാമത്തെ പാക്കറ്റിലുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഒന്ന് തിളവരുന്ന സമയത്ത് ഞാനിവിടെ നെയ്മീൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നെയ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ഫിഷ് മാംഗോ കറിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും എന്നെ നെട്ടിച്ച് കളഞ്ഞിട്ടുള്ളൊരു കറി തന്നെയാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണോ കുക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആ ഒരു തിക്നെസ്സും എല്ലാം. ഇത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വിരുന്നുകാർ വന്നു കഴിഞ്ഞാലും നമുക്ക് ടെൻഷനൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചോളൂ. താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ.